ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 61. അപ്പോൾ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയുടെ ടീം പവർ റൂം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ജിൻഡോയുടെ ഒരു പെർഫോമൻസ് 2 ദിവസമായിട്ട്, അതായത് ഈ ഒരു ഹോട്ടൽ ടാസ്ക് വളരെ ബോറിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ടാസ്ക്കാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ബിഗ് ബോസ് വരെ വിളിച്ച് കൺവെൻഷൻ റൂമിൽ പവർ ടീമിനെ വിളിച്ചിട്ട് പറയണത് നിങ്ങളിത് നശിപ്പിച്ചിട്ടുണ്ടെന്ന്. ആ ഒരു സിറ്റുവേഷൻ വരെ എത്തിച്ച ആ ടീമാണ് പവർ ടീം. അപ്പോൾ അവരോട് മത്സരിച്ച് ജിൻഡോ ടീം തിരിച്ചു പിടിച്ചപ്പോൾ കാണുന്ന പ്രേക്ഷകരോടൊപ്പം ഹൗസിലുള്ള കംപ്ലീറ്റ് ആളുകളും വന്ന ഗസ്റ്റുകളടക്കം കൈയടിച്ചെന്നുള്ളതാണ്. കാരണം ഇത്തവണത്തെ പവർ ടീം വേർപ്പിച്ച പോലെ ഒരു ആൾക്കാർ വേർപ്പിച്ചിട്ടില്ല. അത്രയും എക്സ്ട്രീം ആയിട്ട് വേർപ്പിച്ചു. അവരുടെ ടീം ഈ ഒരു ടാസ്കിൽ പെർഫോം ചെയ്യുന്നത്, അതായത് ഈ പവർ റൂമിന് വേണ്ടിയുള്ള ടാസ്കിൽ പെർഫോം ചെയ്യുന്ന ടൈമിൽ പോലും ഹൗസിലുള്ള കംപ്ലീറ്റ് ആളുകളും ജിൻഡോയുടെ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിലാകെ വിഷമമുള്ളത് വെച്ചാൽ ജിൻഡോ പെർഫോം ചെയ്തതിൽ ജിൻഡോക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്നാലും ഓൾമോസ്റ്റ് ജിൻഡോ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ ജിൻഡോ ജയിച്ചില്ല എന്നുള്ളൊരു വിഷമം മനസ്സിൽ ഫീൽ ചെയ്തു. കാരണം ജിൻഡോ ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത്. കാരണം പവർ റൂമിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ ഹോട്ടൽ ടാസ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ആണെന്ന് തന്നെ പറയണം. കാരണം ബാക്കി എല്ലാവരും പെർഫോമൻസ് ബേസിലും കണ്ടന്റ് ബേസിലൊക്കെ അവിടെ കിടന്ന് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ജിൻഡോ ഫോക്കസ് ചെയ്തത്, ജിൻഡോ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത് ഡയമണ്ട് വേണോ അത് വേണോ, മൈൻഡിൽ പുള്ളി നല്ല ഒന്നാന്തരം മൈൻഡ് ഗെയിമറാണ്. പുള്ളി മൈൻഡിൽ അപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പെർഫോമൻസ് വേണ്ടത് ഏത് രീതിയിലാണ്, അതായത് വന്ന ഗസ്റ്റുകളെ എത്രയും അടിപൊളിയായിട്ട് ഹാപ്പി ആക്കാൻ പറ്റുമോ അതേപോലെ ചെയ്യുക, അവരുടെ മാക്സിമം കോയിൻസ് മേടിക്കുക, പവർ റൂമായിട്ട് മത്സരിക്കുക. ഈ ഒരു ഒറ്റ ചിന്തയിലാണ്. പുള്ളിക്ക് ആ ഒരു ഡയമണ്ടിനോടൊക്കെ ഒന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പുള്ളി അവിടെ അതിന് കാവലിരുന്നു. പുള്ളിക്ക് അത് ഈസിയായിട്ട് അടിച്ചു പറ്റായിരുന്നു. പക്ഷേ പുള്ളി അതൊന്നുമല്ല. പുള്ളി അവിടെ ഗസ്റ്റുകളെ എങ്ങനെയും പ്രീതിപ്പെടുത്തി മാക്സിമം കോയിൻസ് തരണം. കാരണം പവർ റൂമായിട്ട് മത്സരിക്കണം. ആ ഒരു ഒറ്റ ചിന്തയിൽ. ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ തന്നെ ടാസ്കിൽ ഫുഡ് പോലും പവർ റൂം കൊടുക്കാത്ത സിറ്റുവേഷനിൽ പുള്ളി അവിടെ കിടന്ന് മരിച്ചു പണിയെടുക്കുകയായിരുന്നു. അത്രയും പണി അങ്ങനെ 2 ദിവസം നമ്മൾ എപ്പിസോഡിലെ ലൈവിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഈ ഗസ്റ്റുകളായിട്ട് വന്ന സാബുമാനാണെങ്കിലും ശ്വേതാമേനോനാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കും ജിൻഡോ അവിടെ കിടന്ന് എന്തോരം കിടന്ന് കഷ്ടപ്പെട്ടുള്ളത്. കാരണം തറയിൽ കിടന്ന് ഒരു മുടി വരെ പെരക്കെടുത്ത് റൂം വൃത്തിയാക്കിയെന്നാണ് പറയുന്നത്. അത്രയും കിടന്ന് മനുഷ്യർ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒറ്റ ലക്ഷ്യമുള്ള ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്യുക, പവർ റൂമായിട്ട് മത്സരിക്കുക. വന്ന സാബുമാനാണെങ്കിലും ശ്വേതമേനാണെങ്കിലും പറയുന്നുണ്ട്, അതായത് ഈ ഒരു ടീം പവർ റൂമിലായിട്ട് മത്സരിച്ചാലേ സംഭവം കളറാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അത് ശ്രീതോ അർജുനോ അതിലുള്ളതുകൊണ്ടല്ല, ജിൻഡോ എന്നുള്ള ഒരു ഒറ്റ ക്യാരക്ടറിൻ്റെ ബേസിലാണ് അവർ ആ ഒരു രീതിയിൽ സംസാരിച്ചത്. കാരണം ജിൻഡോ കയറിയാലേ എപ്പിസോഡ് കുറച്ചും കൂടി കളറാവുള്ളൂ എന്ന് അവർക്കറിയാം. കാരണം അവർ പുറത്തുനിന്ന് പോയതാണ്. പ്രേക്ഷകരുടെ അഭിപ്രായം ഓൾമോസ്റ്റ് അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കറിയാം ഈ നിലവിൽ അവിടെ ഹൗസിൽ പവർ റൂമിൽ കയറി നല്ല കണ്ടന്റ് കൊടുക്കാൻ പറ്റിയ ഒരാളും ഉണ്ടാവില്ല. ഈ സീസണിൽ ഇപ്പോൾ നിലവിൽ പവർ റൂമിൽ കയറി നല്ല ഫണ്ണായിട്ടുള്ള അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള കണ്ടന്റ് തരാൻ പറ്റിയ ഒരാളെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. ഒരാളും ഇല്ല അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ സിബിനാണെങ്കിലും അങ്ങനെ ഒരുപാട് പേരൊക്കെ അതിലുണ്ടായിരുന്നു പവർ റൂമിൽ കയറി കണ്ടന്റ് കൊടുക്കാൻ. ഇപ്പോൾ ഹൗസിലുള്ള ആളുകളിലേക്ക് ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ റൂമിൽ മുന്നേ കയറിയിട്ടുള്ളവർ ചെയ്തിട്ടുള്ളതിന് പകരം വീട്ടുക, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഉള്ള മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ് കൂടുതൽ പേരും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളായിരുന്നു ഇത്തവണത്തെ പവർ ടീം. പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്ത ഒരാഴ്ചയായിരുന്നു ഇത്. അൻസുബയുടെ, നോറയുടെ ആയാലും റസ്മിൻ്റെ ആയാലും അഭിഷേകിൻ്റെ ആയാലും, അഭിഷേക് എന്ത് തേങ്ങ കാണാൻ അതിൻ്റെ അകത്ത് കയറിയെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഇടക്കിടക്ക് തോന്നുന്നു ഋഷി ഇനി പവർ റൂമിലുള്ള ആളാണെന്ന് ഫീൽ ചെയ്ത്. കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ റൂമിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആളല്ല, ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആളാണ്. ഇവിടെ ക്യാപ്റ്റനാണ് പവർ റൂമിനേക്കാളും കൂടുതൽ പവർ കാണിച്ച് അവിടെ നടക്കുന്നത്. അൻസുബ എന്ത് പറയും അത് ചെയ്യും എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു ക്യാപ്റ്റൻ. അപ്പോൾ ഇത്രയും നെഗറ്റീവായ ഒരു പവർ റൂം എനിക്ക് തോന്നുന്നു ഇത് ഈ സീസണിൽ ഇതിനും മേലെ ഇനി ഒരാൾക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം അത്രയും എക്സ്ട്രീമിൽ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട് പവർ വെറുപ്പിക്കുന്ന കാര്യത്തിൽ. ആ ഒരു സിറ്റുവേഷനിൽ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ കയറി നല്ല കണ്ടന്റ് കൊടുക്കണമെങ്കിൽ അവിടെ ജിൻഡോ തന്നെ വേണം, വേറൊരാൾ കയറിയിട്ട് കാര്യമില്ല. ജിൻഡോയിൽ നിന്നേ കിട്ടുള്ളൂ കണ്ടന്റ്. ആ ഒരു മനുഷ്യൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിൽ വരേണ്ട ആളല്ല. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ഇങ്ങനെ വേറെ ഏതെങ്കിലും സീസണിലാണെങ്കിൽ സീസൺ 4 5 അല്ലെങ്കിൽ 1 2 ആയിരുന്നെങ്കിൽ എത്ര രസമുണ്ടായതിനെ. പുള്ളിയുടെ ലെവലിൽ കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റിയ ആളുകളില്ല. ശരിയാണ്, പുള്ളിക്ക് സംസാരിക്കുമ്പോൾ ഒരു പിടുത്തുണ്ട്. ആ പുള്ളി ബാക്കിയുള്ളവരെ പോലെ നല്ല ഫ്ലോയിൽ അങ്ങ് സംസാരിക്കില്ല, പിടിച്ച് സംസാരിക്കുള്ളൂ. പക്ഷെ പുള്ളി ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം വേറെ ലെവൽ കാര്യങ്ങളാണ്. പുള്ളി അതായത് നാളത്തെ കാര്യമല്ല പുള്ളി ചിന്തിക്കുക 30 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യം, 50 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യം, അങ്ങനത്തെ രീതിയിൽ ചിന്തിച്ച് പോകുന്ന ആളാണ് പുള്ളി. അത് ഫ്യൂച്ചർ കണ്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ നാളത്തെ എപ്പിസോഡിൽ എന്താവും, അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ എന്താവും എന്നൊക്കെയുള്ള ചിന്തിച്ച് നല്ല വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി കളിക്കുന്നതാണ്. പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളി ഒന്നും അറിയില്ല, വെറും മണ്ടനാണെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് വീക്കിൽ മണ്ടൻ എന്നുള്ളൊരു ടാഗ് കൊടുത്തത്. സത്യം പറഞ്ഞാൽ ആ ഒരു ടാഗ് കൊടുത്തുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ഇത്രയും പവർഫുൾ ആയിട്ട് കളിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയുടെ ടീം മത്സരിച്ചപ്പോൾ ഹൗസിലുള്ള കംപ്ലീറ്റ് ആളുകളും ജിൻഡോയുടെ കൂടെ നിന്നത്, ജിൻഡോയുടെ ടീമിൻ്റെ കൂടെ നിന്നത്.
അവർ ജയിക്കണം. ഈ ഒരു കാരണവശാലും ഈ പവർ റൂം തിരിച്ചു കയറരുത്. കാരണം സഹികെട്ട് ഇരിക്കുകയാണ് ഹൗസിലുള്ള എല്ലാവരും, ഒരാൾ പോലും നല്ലത് പറഞ്ഞില്ല എന്നുള്ളതാണ്. അൻസുബയൊക്കെ പറയുന്നത്, അൻസുബിയെ നോറയൊക്കെ പറയുന്നുണ്ട് പവർ റൂമിൽ പവറിനെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത്, അല്ലാണ്ട് വ്യക്തികളെയല്ല. നമ്മൾക്ക് വേണ്ട റെസ്പെക്ട് നമുക്ക് തരണ്ട, പക്ഷേ പവർ റൂം എന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ റെസ്പെക്ട് ഒരാൾ പോലും തരുന്നില്ല എന്നാണെന്നൊക്കെ പറഞ്ഞു. ഇവർ തന്നെ മുന്നേ ഉള്ള പവർ റൂമുകളോട് ഇവരൊക്കെ എങ്ങനെയാണ് പെരുമാറിയത്? അൻസിബ അതായത് നമ്മുടെ അപ്സര കൈയോട്ടി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് 2 ദിവസം മോർണിംഗ് ടാസ്കിൽ പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് അൻസിബ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവരൊക്കെ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പവർ ടീം ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഇവർ കയറിയത്. പക്ഷേ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യം കാണിച്ചപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി പോയി. കാരണം അവരൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ല. അൻസുബയൊക്കെ അത്യാവശ്യം പോസിറ്റീവായിരിക്കുന്ന ടൈമിലാണ് ഈ പവർ റൂമിൽ കയറി ഇത്രയും നെഗറ്റീവ് അടിച്ച് പോയത്. പിന്നെ സാബുമോൻ നമ്മുടെ കണ്ടസ്റ്റന്റുകൾ ഓരോരുത്തരെ പോയി ഉപദേശിക്കുന്ന സിറ്റുവേഷൻ, അതിൽ സാബുമോൻ ജിൻഡോയെ ഉപദേശിക്കണം, അതായത് നീ കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കണം, അവർ നിന്റെ ടീമിനെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് സാബു പറയുന്നത് ജിൻഡോ നീ ചിന്തിക്കും, നീ ഒറ്റയ്ക്ക് ചിന്തിച്ച് നോക്ക്, ഇവരൊക്കെ നിന്റെ സ്വന്തം ടീമിനെ പോലും നിനക്ക് വിശ്വാസമായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ സാബുമോൻ ഈ സീസൺ കണ്ടിട്ടില്ല എന്ന് സാബുമോൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. 2 ദിവസം എപ്പിസോഡ് കണ്ടിട്ട് നിർത്തിയെന്നാണ് സാബുമോൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സാബുമോൻ പോയിട്ട് ജിൻഡോയുടെ അടുത്ത് ഈ ഒരു രീതിയിൽ ഉപദേശിച്ചത്. ഈ ഒരു സീസൺ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ആ ഹൗസിൽ ജിൻഡോയെ ചതിക്കാതായിട്ട് ഒരാളുമില്ല. കാരണം ആ ജിൻഡോ എന്നൊരു വ്യക്തിയെ അത്രയധികം ആദ്യത്തെ 2 വീക്ക് ഹൗസിലെ കംപ്ലീറ്റ് ആളുകൾ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അങ്ങേർക്കെതിരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ നിന്നിട്ടില്ല കൂടെ. അങ്ങേരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഹൗസിലുള്ള കംപ്ലീറ്റ് ആളുകൾ അങ്ങേരുടെ എതിരായിട്ട് നിൽക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും ടൈറ്റ് ആയിട്ടുള്ള പ്രഷറിൻ്റെ ഇടയിൽ നിന്നിട്ട് അയാൾ ഇത്രയും ദിവസം സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പല കാര്യങ്ങളും നമ്മളൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള പ്രൊവോക്കിങ് നേരെ വന്നിട്ടും ആ മനുഷ്യൻ അതിൻ്റെ അകത്ത് പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. അങ്ങേർക്ക് ഒരൊറ്റ ലക്ഷ്യമാണ്. അങ്ങേര് കാണുന്നത് ബിഗ് ബോസിൻ്റെ വിന്നർ എന്നൊരു കപ്പ് മാത്രം മുന്നിൽ കണ്ടാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളിക്ക് അതിൻ്റെ അകത്ത് ആരെത്രയൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയാലും എത്രയൊക്കെ തളർത്താൻ നോക്കിയാലും ആൾ കയറി വരും. അങ്ങനെ ജിൻഡോയുടെ പവർ റൂം തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ ഇതുവരെ നിലവിലുണ്ടായിരുന്ന പവർ റൂമുകളുടെ ക്യാരക്ടറിൽ വന്ന ഡിഫറൻസ് നിങ്ങൾ ലൈവിൽ കാണുമായിരുന്നു. കാരണം അതുവരെ ഏറെ പിടിച്ച് കലിപ്പിൽ നടന്ന ആളുകളൊക്കെ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അൻസിബയൊക്കെ ഒരു ഗ്യാങ്ങിലും പോയിരുന്ന് സംസാരിക്കുന്നത് ഈ ഒരു വീക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ടീമിൽ പോയിരുന്ന് നല്ല രീതിയിൽ സംസാരിക്കുന്നത്, പോസിറ്റീവായിട്ട് ചില്ല് ചെയ്തിരിക്കുന്നത്, കൂളായിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അൻസിബയ്ക്ക് എയർ പിടിച്ച് കട്ട കലിപ്പിൽ വലിയ അധികാരം കിട്ടിയ പോലെ അവിടെ ഫുള്ള് എയർ പിടിച്ച് നടന്ന ആളുകളൊക്കെ ഇവ ചിരിച്ച് എല്ലാവരുടെ അടുത്ത് ഈ ഗസ്റ്റുകൾ വന്നിട്ട് ആ ഗസ്റ്റുകളുടെ പോലും നേരെ പോയിരുന്ന് സംസാരിക്കാത്ത ആളാണ് അൻസിബ. ആ ഒരു ക്യാരക്ടർ ശ്വേതാമേനോൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രതീക്ഷിച്ചത് ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിക്കാൻ പോകുന്നത് അൻസിബ ആയിരിക്കും, കാരണം പുറത്ത് വെച്ച് എനിക്ക് കൂടുതൽ കണക്ഷൻ ഉള്ളത് അൻസിബയായിട്ടാണ്. അപ്പോൾ അൻസിബ ഈഗോ വെച്ച് കളിക്കുന്ന ഒരാളാണെന്നുള്ളൊരു തെളിവാണ്. ഈ ശ്വേതാമേനോടുള്ള ഈഗോ ആണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ തനിക്കറിയാവുന്ന ഒരാൾ ഇത്രയും വലിയൊരു പവറായിട്ട് അതിൻ്റെ അകത്ത് വന്നപ്പോൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ എന്തോ ആയിരിക്കാം, മൈൻഡ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ ശ്വേതാമേനോൻ പറഞ്ഞത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ ജാസ്മിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ജാസ്മിനെ ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി എന്നുള്ളത്. അതായത് റസ്മിൻ ജാസ്മിനോട് ഫിസിക്കൽ അസോൾട്ട് ചെയ്ത സിറ്റുവേഷനിൽ ഞാൻ ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചതാണ് എൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് കമൻറ്റ് മെസ്സേജൊക്കെ എനിക്ക് വന്നു, എന്തിനാണ് ജാസ്മിനെ വെളുപ്പിക്കാൻ നോക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് PR ചെയ്തതിന് എത്ര കാശ് കിട്ടുന്നതൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജൊക്കെ എനിക്ക് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ എന്നൊരു വ്യക്തിയെ, അതായത് എനിക്ക് ജാസ്മിനെ അറിയാവുന്ന ഞാൻ ജാസ്മിൻ്റെ ഇൻ്റർവ്യൂസിലാണ്, ജാസ്മിൻ്റെ ചാനൽ പോലും കണ്ടിട്ടില്ല, ജാസ്മിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ജാസ്മിനെ എനിക്ക് പരിചയമുള്ളത്. അപ്പോൾ ജാസ്മിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടെന്ന് മുതൽ എനിക്ക് ജാസ്മിൻ എന്നൊരു വ്യക്തി എനിക്ക് താല്പര്യമില്ലാത്തൊരു ക്യാരക്ടറാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരാളെ പറ്റി ഞാൻ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അത് ന്യായമുള്ള ഭാഗത്ത്. കാരണം ജാസ്മിനെ എനിക്ക് എത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ 100 ഇരട്ടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് റസ്മിൻ. അപ്പോൾ റസ്മിൻ അവിടെ ജാസ്മിനെതിരെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന് മനസ്സിലായിട്ടില്ല. ജാസ്മിൻ ഇപ്പോഴും റസ്മിൻ്റെ പുറകെ നടക്കുന്ന സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റസ്മിൻ അവിടെ സത്യം പറഞ്ഞാൽ കട്ട നെഗറ്റീവ് ആക്കാനുള്ള ശ്രമമാണ് ജാസ്മിനെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് ജാസ്മിൻ്റെ ഭാഗത്ത് നിൽക്കണമെന്ന് തോന്നി. അത് ഇന്നലത്തെ ഒരൊറ്റ എപ്പിസോഡ് വെച്ച് ജാസ്മിൻ്റെ ഇതിന് മുന്നേയുള്ള കാര്യങ്ങളോ ജാസ്മിന് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളോ അല്ല ഞാൻ പറയും. ഇന്നലത്തെ ഒരൊറ്റ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ജാസ്മിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമേ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു. അല്ലാത്ത ഭാഗത്തിൽ ചിന്തിക്കുമ്പോൾ അത് മറ്റു കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ജാസ്മിന് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് തന്നെ ജാസ്മിൻ ഗബ്രിയുടെ സാധനങ്ങൾ സ്റ്റോർ റൂമിൽ തിരിച്ചു കൊണ്ടുവെക്കുന്ന ഒരു എപ്പിസോഡിൽ കാണിച്ചായിരുന്നു. എത്ര ദിവസമായി പോയിട്ട് ഇപ്പോഴും അത് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞ ജാസ്മിൻ പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, കമ്മിറ്റഡ് ആണ്, അകത്ത് വന്നിട്ട് ഇന്നേ വരെ ഒരു ദിവസം പോലും ആ ആളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല. ആളെ പറ്റി ഓർക്കാറ് പോലും ഇല്ല എന്നുള്ള സിറ്റുവേഷനാണ്. സ്വന്തം വീട്ടുകാരെ പോലും ഓർക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഈ ഗബ്രി എന്നുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ വെച്ചിട്ട് ഹൗസിൽ കാണിച്ചു കൂടിയ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പോയതിന് ശേഷം ജാസ്മിൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു തരത്തിലും ജാസ്മിനായിട്ട് എനിക്ക് ചോദിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ജാസ്മിനെ ഞാൻ വെള്ളപൂശം വരുന്നതെന്ന് ആരും പറയേണ്ട. കാരണം എനിക്ക് ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ റസ്മിൻ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് മാത്രം ആ ഒരു സിറ്റുവേഷൻ, റസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഫിസിക്കൽ അസോൾട്ട് സിറ്റുവേഷൻ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ജിൻഡോ ആയിരുന്നു ജാസ്മിൻ അങ്ങനെ ചെയ്തതെങ്കിൽ ഇന്നലത്തെ സിറ്റുവേഷനിൽ ജാസ്മിനെതിരായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും നിന്നത്. കാരണം ഇടപെടാണ്ട് നിന്ന ആളുകളുണ്ടായിരുന്നു, ജാസ്മിനെതിരായിട്ട് നിന്ന ആളുകളുണ്ടായിരുന്നു. അല്ലാണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരുന്നു.
അതേസമയം ഇന്നലെ ജാസ്മിനെ അങ്ങനെ ചെയ്തത് ജിൻഡോ ആയിരുന്നെങ്കിൽ, ജിൻഡോ എന്ന് നോക്കണം വേറൊരാളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അഭിഷേകോ സായോ വേറെ ആരായിരുന്നെങ്കിലും അത് ഭയങ്കര വിഷയമായിരുന്നില്ല. ജിൻഡോ ആയിരുന്നെങ്കിൽ ജിൻഡോ നിലത്തോടെ തീർന്നു, ജിൻഡോ പോയി. ജിൻഡോയെ ആണ് ഇതുപോലെ അവിടെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ജാസ്മിനോട് ചോദിക്കണം മാപ്പ് കൊടുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചാൽ ജാസ്മിൻ ജന്മം ഉണ്ടെങ്കിൽ മാപ്പ് കൊടുക്കില്ല, പുറത്താക്കണമെന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജാസ്മിൻ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷനിൽ ജാസ്മിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി മുതൽ ഇന്നത്തെ ദിവസം മുതൽ ലൈവിൽ നിങ്ങൾ കണ്ടോ, നമ്മുടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡൗൺ ആയിട്ട് നിന്ന് നമ്മുടെ ജിൻഡോ ബ്രോ കയറി കളിക്കാൻ പോവാണ്. വൻ ടെസ്റ്റുകൾ പുള്ളി ഇറക്കും. പുള്ളിയുടെ ഒരു ഗ്രാഫ് അങ്ങനെയാണ് പോകുന്നത്. പുള്ളി എപ്പോഴും ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കില്ല, ഒന്ന് പതുങ്ങും, അത് കഴിഞ്ഞൊരു കയറിൽ കയറും, പിന്നെ ഒന്ന് പതുങ്ങും, അത് കഴിഞ്ഞൊരു കയറും. അങ്ങനത്തെ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. പുള്ളിയുടെ പ്ലാനിങ് ഒക്കെ വേറെ ലെവൽ പ്ലാനിങ് ആണ്. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു കണ്ടസ്റ്റന്റ് തന്നെ പറയണം. ബിഗ് ബോസ് സീസൺ 6 ഒരാൾ പോലും നല്ലതില്ല, ഒരാൾക്ക് പോലും മൈൻഡ് ഗെയിം കളിക്കാൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ജിൻഡോയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ പോലെ ഒരു മൈൻഡ് ഗെയിമർ വേറെ ഒരാളുമില്ല അതിൻ്റെ അകത്ത്. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് വിടാം. ഈ ജിൻഡോന് പറ്റിയ എതിരാളികൾ അതിൻ്റെ അകത്ത് ഇല്ല എന്ന് തന്നെ പറയണം. ജിൻഡോനെ അതിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ ഒന്നിലേക്ക് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു അവരുടേതായ എന്തെങ്കിലും ഒരു പരിപാടി അവർ ചെയ്യണം. അതല്ലെങ്കിൽ ജിൻഡോനെ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ പുറത്താക്കണം. അല്ലാണ്ട് പ്രേക്ഷകരുടെ സപ്പോർട്ടിലോ കണ്ടന്റ് ഇല്ലായ്മയോ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ ഒരു തരത്തിലും ജിൻഡോ പുറത്തു പോകില്ല. ജിൻഡോ കണ്ടന്റ് കൊടുക്കും, അടിപൊളി കണ്ടന്റുകൾ ജിൻഡോൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടും. ഇനി നമ്മൾ കാണാൻ കിടക്കുന്നുള്ളൂ. ജിൻഡോ പലതും പ്ലാൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത് നമുക്കറിയാം. ജിൻഡോ ഒരു ഫ്യൂച്ചർ ചിന്തിച്ച് നിൽക്കുന്ന ഒരാളാണ്. അതിൽ ബിഗ് ബോസ് കപ്പ് ഉയർത്തുന്ന ഒരു എനിക്ക് ജിൻഡോ കരയുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എപ്പോഴാണ് ജിൻഡോ കപ്പ് ഉയർത്തുമ്പോൾ എന്തായാലും കരയും. ജിൻഡോ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ജിൻഡോ അന്ന് ദിവസം കരയും. ഇനിയിപ്പോൾ കുറേ പേര് പറയും ഞാൻ ജിൻഡോനെ വെള്ളപൂശാൻ വന്നിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരാളുടെ പക്ഷം പിടിച്ചൊന്നും പറയുന്നില്ല. എനിക്കൊരു എപ്പിസോഡ് കാണുമ്പോൾ ആരെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് അവരെ സപ്പോർട്ട് ചെയ്ത് പറയും. ഞാൻ മറ്റു റിവ്യൂ ചാനലുകളെ പോലെ സ്ക്രിപ്റ്റ് എഴുതി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സ്ക്രിപ്റ്റ് എഴുതി ഫുള്ള് ലെങ്ത്തിൽ എന്ന് പറയുന്ന ഒരാളല്ല. ഒരു എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് അന്നത്തെ ദിവസം തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് വായിക്കാൻ സംസാരിക്കാതെ ബൈ.